നമസ്കാരം. ഞാൻ അംഗൻവാടി ടീച്ചർ ഗീത. നമ്മുടെ ഇപ്പോഴത്തെ തീം എന്ന് പറയുന്നത് വളർത്തു ജീവികളും വനവും വന്യജീവികളുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താറുണ്ട്. അതുപോലെ തന്നെ കാട്ടിലും ഇഷ്ടംപോലെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. കാടെന്ന് പറയുന്നത് അവരുടെ വീടാണ്. കാട്ടിലെ രാജാവുണ്ട്, സിംഹം, ഏറ്റവും വലിയ മൃഗം ആന, കഴുത്ത് നീണ്ട് ഏറ്റവും പൊക്കം കൂടിയ മൃഗം ജിറാഫ്. ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ദ ലാർജസ്റ്റ് അനിമൽ എന്ന് പറഞ്ഞു കൊടുക്കാം, ദ ബിഗ്ഗസ്റ്റ് അനിമൽ പറഞ്ഞു കൊടുക്കാം, ദ കിങ് ഓഫ് ജംഗിൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു കൊടുക്കാം. പിന്നെ കാടിനെ കുറിച്ച് കുഞ്ഞു കുഞ്ഞു പാട്ടുകളും എല്ലാം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ തീം പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് മുഖംമൂടി നിർമ്മാണമാണ്. അപ്പോൾ പല തരത്തിലുള്ള മൃഗങ്ങളുടെ മുഖംമൂടി നിർമ്മിച്ച് നമുക്ക് അവരെ ആയിത്തീരൽ എന്നാണ് ആ കളിയെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആന, സിംഹം, കടുവ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ മുഖംമൂടി എങ്ങനെ ചെറിയ എളുപ്പമായ രീതിയിൽ നിർമ്മിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതുപോലുള്ള ഒരു അടപ്പ് പാത്രം എടുത്ത് ഇങ്ങനെ നമുക്ക് റൗണ്ട് വരയ്ക്കാം. ചെറുതായിട്ട് ഈ മുകൾ വശം ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. മുകളിലോട്ട് ഇങ്ങനെ ഒരു വര കൊടുക്കാം. അതേപോലെ ഈ സൈഡിലും ഇങ്ങനെ ഒരു വര കൊടുക്കാം. ഇവിടുന്ന് താഴേന്ന് ഇങ്ങനെ ഇനി ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് 11 പോലെ താഴോട്ട് വര കൊടുക്കാം. ഒന്ന് വളച്ചു കൊടുക്കണം. കുറച്ചുകൂടെ വലിയ പേപ്പർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴ്ത്തി അങ്ങേറ്റ് വരയ്ക്കാം. ഇവിടെ ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. ഇവിടുന്ന് നമ്മൾ നേരത്തെ വളച്ചതുപോലെ ഒരു വളച്ച്. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് വരയ്ക്കുന്നതെന്ന്. ഇവിടെ 2 സീറോ കൊടുക്കുക, കണ്ണാണ്. ഇതൊരു ആനയായി. ഇതിനെ വെച്ചിട്ട് നമുക്ക് കളർ കൊടുത്ത് ഇതുപോലെ, ഇത് നമ്മുടെ മാസ്കിന്റെ പിടിയാണ്, ചെവിയിൽ വെക്കുന്ന ആ പിടി, അതെടുത്ത് പശ വെച്ച് ഒട്ടിച്ച് ഇതുപോലെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് സ്റ്റാപ്ലർ അടിച്ചു വെച്ചാൽ നല്ല ബലമായിരിക്കും. കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെച്ച് അവർക്ക് ആനയായി കാണിച്ചു കൊടുക്കാം. നമുക്കും നമ്മുടെ മുഖത്തും വെച്ച് അവർക്ക് അവരുടെ മുമ്പിൽ ആനയായി കാണിച്ചു കൊടുക്കാം. അവർക്കും അവരുടെ മുഖത്തും വെച്ചു കൊടുക്കാം. അടുത്ത് ഇതുപോലെ ആ പാത്രത്തിന്റെ അടപ്പ് വെച്ച് അടുത്ത് ഒരു സർക്കിൾ വരയ്ക്കാം. മാറ്റി നമുക്ക് 2 തരത്തിൽ, ഇതിപ്പോ കാട്ടിലെ രാജാവ് സിംഹത്തിനെയാണ് ഞാൻ വരച്ച് കാണിക്കാൻ പോകുന്നത്. 2 തരത്തിൽ നമുക്ക് വരയ്ക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടോ, ഇത് വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ആരുമില്ല. ഇങ്ങനെ വരച്ചിട്ട് ഉണ്ടോ, 2 കണ്ണായി. ഇനി നമുക്ക് ഒരു ത്രികോണത്തിന്റെ ഒരു ഷേപ്പിൽ കണ്ടോ, ഇത് മൂക്കാണ്. താഴേന്ന് അവിടുന്ന് ഒരു വണ്ണ് പോലെ ഇട്ട് സൈഡിലോട്ട് പോകും. ഇവിടെ ഇങ്ങനെ ഓരോ കുത്ത്. സിംഹരാജാവിന്റെ മീശയാണ് ഇത്. ഈ കണ്ണിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ മൂക്കിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, ഇവിടെ റെഡ് കൊടുക്കാം. ഇങ്ങനെ സിംഹരാജാവിനെ ഇങ്ങനെയും വരയ്ക്കാം. വേറെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല എളുപ്പമാണ്. കണ്ടോ, ഇതുപോലെ ഒരു സർക്കിൾ കൊടുക്കാം. ഇതുപോലെ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്തത് ഇത് ഇത്തിരി പാടാണ്. നമ്മൾ നേരത്തെ റൗണ്ടായിട്ട് നമുക്ക് ഒട്ടും എല്ലാം നല്ല പാടുള്ളവർക്ക് വരയ്ക്കാൻ പറ്റുന്നതാണത്. ഇതുപോലെ വരച്ചിട്ട് നേരത്തെ കൊടുത്തതുപോലെ 2 കണ്ണ് കൊടുക്കുക. ഒരു ത്രികോണം പോലെ ഒരു മൂക്ക് ഇങ്ങനെ കൊടുക്കുക. താഴോട്ട് ഒരു 1 വരച്ച് സൈഡിലോട്ട് വളച്ചെടുത്ത് മുകളിലോട്ട് വളച്ചെടുത്ത് താഴെ ഒരു ചന്ദ്രക്കല ഒരു സാധനം മീശ ഉണ്ടാവും.
ഭംഗിയുള്ള മീശക്കാരൻ സിംഹമാണ്. ഇതിനെ നമുക്ക് കണ്ടോ കണ്ണിന്റെ ഭാഗം വെട്ടിയെടുത്ത് ചെവിക്ക് ഇങ്ങനെ നമ്മൾ റാ പോലെ കൊടുത്ത് ചെവി കൊടുക്കും. കണ്ടോ മുകളിൽ റാ പോലെ കൊടുത്ത ചെവിയായി. ഇത് മുകളിലോട്ട് വരച്ച് റാ പോലെ ആക്കിയ ചെവി, കണ്ണ്, മൂക്ക്, വായ. ഇത് സിംഹരാജാവിന്റെ തലയാണ്. അതുപോലെ തന്നെ മാസ്കിന്റെ ഇത് വെച്ച് ഒട്ടിച്ച് ഇത് നമുക്ക് കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെച്ച് കാട്ടിലെ രാജാവ് ആരെന്ന് ചോദിക്കാം, രാജാവായിട്ട് അഭിനയിക്കാം, എല്ലാം ചെയ്യാം. അടുത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് താഴ്ത്തി വരയ്ക്കണം. ഒരു സർക്കിൾ കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാവിന്റെ ഇല കിട്ടുമെങ്കിൽ അതായാലും എടുക്കാം. വരയ്ക്കാൻ അറിഞ്ഞിടാത്തവർക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ച് ഒരു ഇലയുടെ ഷേപ്പ് ഇങ്ങനെ രണ്ട് കൊടുക്കുക. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാരാണെന്ന്. രണ്ട് കണ്ണ് വരച്ചു. ഇതുപോലെ തന്നെ നേരത്തെ പോലെ ഒരു ത്രികോണത്തിന്റെ ഒരു ഷേപ്പിൽ മൂക്ക് കൊടുക്കുക. താഴെ ഒരു വണ്ണ് വരയ്ക്കുക. വണ്ണിൽ നിന്ന് മുകളിലോട്ട് രണ്ട് വര കൊടുക്കുക. താഴെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോൾ വായായി. കണ്ടോ ഇതാരാണ്? ഇത് മുയലാണ്. കാരണം നിങ്ങൾ ഇതിൽ ഒന്നും ചെയ്യാല്ല. കാരണം നമുക്ക് ഇവിടെ ഒരു പുരുകവും കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മളെ മിടുക്കനായ മുയൽ. ആമയും മുയലും കഥയിലെ ഓട്ടക്കാരനാണ്. അപ്പൊ ഈ ഓട്ടക്കാരനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാരാണെന്ന് പറഞ്ഞു കൊടുക്കാം. കണ്ണ് ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ മാസ്കിന്റെ പിടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാരണ നൂല് ഉപയോഗിക്കാം. നൂല് ഉപയോഗിച്ച് ഇത് കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ കെട്ടി അവരുടെ ചെവിയിൽ വെച്ചു കൊടുത്ത് അവർ തന്നെ മുയൽ ആയി അവർ കളിക്കും. അടുത്ത് ഇതുപോലെ പാത്രത്തിന്റെ അടപ്പ് വയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. ഇത് കുറച്ചൊന്ന് മുകളിലോട്ടൊന്ന് ഷേപ്പാക്കി കുറച്ച് സർക്കിളിന്റെ താഴോട്ട് ഒരു വരച്ചിട്ട് രണ്ട് കുഞ്ഞു സാർ മുയലിന്റെ ചെവി പോലെ വേണ്ട, ചെറുത് നടുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നേരത്തെ വരച്ചതുപോലെ രണ്ട് കണ്ണ്. ഇനി ആ ത്രികോണം നമ്മൾ വരച്ചില്ലേ അത്രയും ത്രികോണമാവാതെ ചെറുതായിട്ടൊരു ഷേപ്പില് ഇത് താഴോട്ടാണ്. ത്രികോണത്തിന്റെ ആ ഷേപ്പ് ഒന്ന് താഴോട്ടാണ്. ചെറിയൊരു കണ്ണ് വെച്ചിട്ട് സൈഡിലോട്ട് വരയ്ക്കുക. ഒരു വായോട്ട് ഈ മൂക്കിന്റെ അവിടുന്ന് ഈ കണ്ണിലേക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരച്ചാൽ നമുക്ക് പടത്തിനൊരു ഗാംഭീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നമ്മളൊരു ഐലൈനർ വരയ്ക്കും പോലെ നമുക്കൊരു ഷെയ്ഡ് കൊടുക്കാം. ഇതാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നാഷണൽ അനിമൽ കടുവ. കണ്ടോ ടൈഗർ. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഈ കണ്ണ് കട്ട് ചെയ്യുക. മൂക്കിന് നമ്മൾ എപ്പോഴും പിങ്ക് കളർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വായ്ക്ക് ചുവപ്പ് കളർ കൊടുക്കുക. ഇതുപോലെ മീശ 2-3 കുത്തിട്ട് ഇങ്ങനെ വരയും കൊടുത്താൽ മതി. ഈ വരകൾ സാധാരണ ചുമ്മാ ഇങ്ങനെ ഒന്ന് കണ്ടോ വരച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ചെവിയിൽ പിടിയും വെച്ച് അവർക്ക് കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെച്ച് നാഷണൽ അനിമൽ ആരാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ വയ്ക്കുക. കണ്ടോ സർക്കിൾ വരച്ച് ഇതിലൊന്നും ചെയ്യണ്ട. ഇങ്ങനെ നീളത്തിന് രണ്ട് ചെവി വരയ്ക്കുക. രണ്ട് ചെവി വരച്ച് രണ്ട് കണ്ണിന്റെ രണ്ട് സീറോ ഇടുക. നേരത്തെ നമ്മളെ കടുവയ്ക്ക് വരച്ചതുപോലെ താഴോട്ട് കണ്ടോ ത്രികോണം പോലെ താഴോട്ട് വരച്ച് ഒരു കണ്ണിട്ട് ഇങ്ങനെ സീറോ പോലെ കണ്ടോ ഇത് ഇങ്ങനെ ചേർക്കാം. ചേർത്ത് ഈ റൗണ്ടിനകത്ത് മീശയുടെ കുത്തുകളിടാം. ഈ പടം കാണുമ്പോൾ നമുക്ക് ഇതാണ്. ഇതിൻ്റെ അകത്തുകൂടെയും കൂടെ ചെറിയൊരു ഷെയ്ഡ്, ചെവിക്കകത്ത് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുക. ഇതാണ് നമ്മുടെ പൂച്ച. ഉണ്ടോ പൂച്ച മഞ്ഞ കളറോ ബ്രൗണോ നമുക്ക് ബ്ലാക്കോ ഏത് വേണോ കൊടുക്കാം. പൂച്ചയ്ക്ക് പല നിറത്തിലുണ്ടല്ലോ പൂച്ച.
കൊച്ചു പൂച്ച കുഞ്ഞിനൊരു അത് നമ്മുടെ മുഖത്ത് വെച്ച് അവർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം. അവരുടെ മുഖത്ത് വെച്ച് നമുക്ക് പാടി അവരെ കൊണ്ട് കളിപ്പിക്കുകയും ചെയ്യും. ഒരു പടവും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഒരു റൗണ്ട് വരയ്ക്കുക. വരച്ചിട്ട് ഇവിടുന്ന് ഷേപ്പ് ഇതിനെ മാറ്റി നമുക്ക് ഈ അടയാളം ഇടാൻ അറിയാലോ. ഈ അടയാളം പോലെ വരും. രണ്ട് കണ്ണ് വരയ്ക്കുക. താഴോട്ട് മൂക്കിന്റെ ഷേപ്പ് വരയ്ക്കുക. ഇവിടെ ഒരു റൗണ്ട് പോലെ കൊടുത്ത് ചെറിയ രണ്ട് സീറോകൾ ഇടുക. ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ. ഇതാണ് ആട്. ആടിന്റെ ചെവിയാണിത്. കണ്ണ്, മൂക്ക്, വായ എല്ലാം ഉണ്ട്. രണ്ട് കൊമ്പ് കണ്ടോ. ഇതാണ് ആട്. ആടിനും പല നിറത്തിലുണ്ട്. ആടിന് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ആനയ്ക്ക് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ആടിന് നമുക്ക് വേറെ കളർ കൊടുക്കാം. കളർ കൊടുത്താൽ ഈ മുഖംമൂടികൾക്ക് നമ്മൾ ഏത് നിറങ്ങൾ കൊടുത്താലും ഈ നിറങ്ങൾ നമുക്ക് അവർക്ക് നിറങ്ങളും കൂടെ കളേഴ്സും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കളർ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ പൂച്ച യെല്ലോ പറഞ്ഞു കൊടുക്കാം. മുയൽ വൈറ്റ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അല്ല സിംഹം ഓറഞ്ച്, അങ്ങനെ എന്ത് വേണം നമുക്ക് കളർ. ആന ബ്ലാക്ക്. ഇതെല്ലാം നമുക്ക് അവർക്ക് കളറുകളും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ചെയ്യുക. നല്ല എളുപ്പമാണ്. നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാം സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും വേണം. കാച്ചി വച്ച ചൂടുപാല് ഓടി ചെന്നു നക്കി കുഞ്ഞു നാവ് പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു